ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ വാൻ എസ്കേപ്പാണ് ഗൈസ്. ഓക്കെ, വാൻ എസ്കേപ്പിൻ്റെ നമ്മൾ ഫസ്റ്റ് പാർട്ട് എന്തായാലും ചാനലിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടാണ് ഗൈസ്. ഓക്കെ, വാൻ വഴി എങ്ങനെ രക്ഷപ്പെടേണ്ടതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അമ്മച്ചി അവിടെ നിൽപ്പുണ്ട്. തുണി അലക്കിക്കൊണ്ട് പോകുന്ന ഒരു അമ്മച്ചിയാണ് ഗൈസ്. ഓക്കെ, പുള്ളിക്കാരത്തി ഇത് ഓണൊക്കെ അടിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ കയറി ഒളിക്കാനൊക്കെ പറ്റും. ഓക്കെ ഗൈസ്, അമ്മച്ചി പോയിട്ടുണ്ട് അങ്ങോട്ട്. നമുക്ക് ഈ വഴി പോയി നോക്കാം. ഓക്കെ, നമ്മുടെ എവിടെണ്ണ അമ്മച്ചി മേളിലാണ് ഗൈസ്. ഓക്കെ, പുള്ളിക്കാരത്തി വരുമോയെന്ന് എനിക്കറിയില്ല. നമുക്കെന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ ഓക്കെ അമ്മച്ചി വന്നിട്ടില്ല ഗൈസ്. നമ്മുടെ മറ്റേ കീ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്, ഒരു യെല്ലോ കീ ഗൈസ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴെ ഒരു ഇതുണ്ട് ഗൈസ്, അത് തുറക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ യെല്ലോ കീ ഉള്ളത്. ഇത് നമ്മൾ നേരത്തെ തുറന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു പെയിൻറ്റ് പോട്ടാണ് നമുക്ക് കിട്ടണത്. ഇതെന്തിനാണെന്ന് സത്യത്തിൽ എനിക്ക് അറിയില്ല ഗൈസ്. ഈ പെയിൻറ്റ് പോട്ട് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇനി അമ്മാമ്മ അലക്കണ തുണിയിൽ പെയിൻറ്റ് ഒഴിക്കാൻ വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല ഗൈസ്. അങ്ങനെ എന്തോ കളിയുണ്ട് ഗൈസ്. ഇത് ഈ വാനിൽ നിന്ന് എങ്ങനെ നമ്മൾ എസ്കേപ്പ്, നമ്മൾ അമ്മച്ചി ഇവിടെ വന്ന് തുണി അലക്കാൻ വേണ്ടി ഇട്ടിട്ട് അമ്മച്ചി ഇവിടെ നിന്ന് ഉറങ്ങും ഗൈസ്. ആ തക്കത്തിൽ നമ്മൾ വാൻ എടുത്തുകൊണ്ട് പോവുകയാണോ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സത്യമായിട്ട് എനിക്കറിയില്ല ഗൈസ്. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് സംഭവം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പെയിൻറ്റ് ബോട്ട് എന്തിനാണെന്ന് പോലും എനിക്കറിയില്ല. ഓക്കെ, നമ്മൾ ഡോർ എസ്കേപ്പിന് ഇവിടെ വന്നപ്പോൾ നമുക്ക് ഈ പെയിൻറ്റ് ബോട്ട് ഇവിടെ നിന്ന് കിട്ടിയായിരുന്നു. പക്ഷേ ഇതെന്തിനാണെന്ന് എനിക്കറിയില്ല ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും പരീക്ഷിച്ച് നോക്കാം ഗൈസ്. ഓക്കെ, എന്തായാലും അമ്മച്ചി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം അമ്മച്ചിക്ക് വേണ്ടി. ഓക്കെ ഗൈസ്, ഇതിനകത്ത് ടോട്ടൽ 4 എസ്കേപ്പ് എങ്ങാണ്ടാണ് ഉള്ളത്. മറ്റേ ബലൂൺ എസ്കേപ്പൊക്കെ ഉണ്ട് ഗൈസ്. അതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഇപ്പോൾ തന്നെ ചെയ്യുക ഗൈസ്. ഓക്കെ, ബെല്ലൈക്കൺ മാക്സിമം അടിച്ച് പൊട്ടിക്കുക ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും വീഡിയോയിലേക്ക് പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്കെന്തായാലും ഇവിടെ തന്നെ ഇരിക്കാം. എനിക്ക് തോന്നുന്നില്ല എവിടെണ്ണമ്മച്ചി താഴത്തേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. കാരണം വേറെ ഒന്നുമില്ല ഗൈസ്, പുള്ളിക്കാരത്തി അവിടെ ആ മീനിട്ടിട്ടാണ് നമ്മളിങ്ങോട്ട് പോകുന്നത്. ആ മീനിൽ നിന്ന് ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പുള്ളിക്കാരത്തി മിക്കവാറും അവിടെ തന്നെ ആയിരിക്കാം. നമുക്കെന്തായാലും ഇങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. മറ്റേ വാനും കൊണ്ട് വരുന്ന അമ്മച്ചി അതിൽ വരണ്ടോ എന്നൊക്കെ നോക്കണം. ഓക്കെ, ഇതേ കണ്ണിയാണ് ഈ ഡോറ്, ആ വഴിയാണ് വരുന്നത് അമ്മച്ചി. ഓക്കെ, ആ വഴി വരുന്നു എന്തോന്ന് നമുക്ക് നോക്കണം. അമ്മച്ചീനെ കാണാനില്ല. പുള്ളിക്കാരത്തി എപ്പോൾ വരുമെന്ന് ഒരു പിടിയില്ല ഗൈസ്. ഓക്കെ, നല്ല നിലാവാണ് ഗൈസ്. ഓക്കെ, നിലാവുള്ള രാത്രിയിലാണ് നമ്മൾ ഈ റോട്ടിൽ ഇറങ്ങിക്കണത്. നമ്മളെവിടെയാണ് ഗൈസ് കുണ്ടി ആക്കിയിട്ട് പോയത്? ഈ റോട്ടിലാണ് നമ്മൾ കുണ്ടി ആക്കിയിട്ട് പോയത്. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കണത് ഗൈസ്. ഓക്കെ, നമ്മുടെ തുണി അലക്കാൻ വന്ന അമ്മച്ചിനെ കാണാനില്ല ഗൈസ്. പുള്ളിക്കാരത്തിന് വരുന്നത് എപ്പോൾ വരുമെന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, ഈ പെയിൻറ്റ് ബോട്ടിന് എന്തിനാണെന്ന് സത്യത്തിൽ എനിക്കറിയില്ല ഗൈസ്. അതാണ് ഏറ്റവും വലിയൊരു കഥ. ആകെ ഇവിടെ നിന്ന് കിട്ടിയത് എനിക്ക് ഇത് മാത്രമാണ് കിട്ടിയത്. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ 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 ഗൈസ്, നമുക്ക് നോക്കാം. ഇനി ചിലപ്പോൾ ഈ പെയിൻറ്റ് ബോട്ട് വെച്ചിട്ട് അമ്മാമ്മയുടെ മുഖത്തേക്ക് ഒഴിക്കാനാണോ ഗൈസ്? അമ്മമ്മയുടെ മുഖത്തേക്ക് കഴിയുമ്പോൾ അമ്മമ്മയ്ക്ക് കണ്ണ് കാണാണ്ട് വേഗം വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ഒളിക്കാൻ പറ്റിയാലോ? ചിലപ്പോൾ അങ്ങനെയാണെങ്കിലോ ഗൈസ്. ഓക്കെ, അങ്ങനെയാണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും നോക്കാം ഗൈസ്. അമ്മമ്മ വരട്ടെ. ഓക്കെ ഗൈസ്, എവിടെണ്ണ അമ്മച്ചീനെയും കാണാനില്ല. നമ്മുടെ തുണി അലക്കാൻ വന്ന അമ്മച്ചീനെയും കാണാനില്ല ഗൈസ്. ഓക്കെ ഗൈസ്, എനിക്ക് ചെറിയതായിട്ട് ഭയമാവുന്നുണ്ട് ഗൈസ്. എന്തൊക്കെയോ സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ 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 പിന്നെ ഇവിടെയൊക്കെ ലേറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ സീനില്ല ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും അവിടെ തന്നെ പോയി ഒളിച്ചിരിക്കാം ഗൈസ്. അമ്മച്ചി വരുമ്പോൾ വരട്ടെ, നമുക്കെന്തായാലും ഇവിടെ പോയി ഒളിച്ചു തന്നെ ഇരിക്കാം. ഇനി എവിടെണ്ണ അമ്മച്ചിയും മറ്റും ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മളെ തീർക്കും. അതുകൊണ്ട് ഇവിടെ തന്നെ ഒളിച്ചിരിക്കണമായിരിക്കും നല്ലത്. ഓക്കെ ഗൈസ്, എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ടോ? വാൻ വരുന്നതാണോ? അല്ലാന്ന് തോന്നുന്നു. എന്തോ സൗണ്ട് ഞാൻ കേട്ടു ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്കെന്തായാലും നോക്കാം. അമ്മച്ചി എന്തായാലും വരട്ടെ ഗൈസ്. ഓക്കെ, തുണി അലക്കാൻ വേണ്ടി അമ്മച്ചി എന്തായാലും ഇപ്പം തന്നെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, വാൻ വരുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് ഗൈസ്. എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. വാൻ വരുന്നതാണോ എന്ന് എനിക്കറിയില്ല ഗൈസ്. ഓക്കെ ഗൈസ്, അമ്മച്ചി വന്നു ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ വാൻ വന്നതായിരുന്നു അത്. ഇതേ അമ്മച്ചി അവിടെ തുണി അലക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇതേ കണ്ടോ പുള്ളിക്കാരത്തി രണ്ടാമത്തെ പെട്ടി അവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട്. ഓക്കെ, 3 പെട്ടിയാണ് ഗൈസ് പുള്ളിക്കാരത്തി കൊണ്ടുവയ്ക്കുന്നത്. ഓക്കെ, നമ്മൾ
നമുക്കിനി ഇവിടുന്ന് പയ്യെ എണീക്കണം ഗൈസ്. അമ്മാമ്മ തുണിയെല്ലാം അലക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ട് കണ്ടോ ദേ അവിടെ പോയി കിടന്ന് ഉറങ്ങും ഗൈസ്. അതാണ് സംഭവം. ഓക്കെ ഗൈസ്, ദേ ഇത് നോക്ക്, ദേ അമ്മാമ്മ കിടന്ന് ഉറങ്ങണുണ്ടോ ഗൈസ്? ഇതെന്താണ് പെട്ടിയാ ഗൈസ്? ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട് ഗൈസ്? ഗൈസ് ഓ ഗൈസ് കിട്ടി ഗൈസ്. ആ പെട്ടി ഞാൻ തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ അമ്മച്ചിയുടെ മറ്റേ ഉടുപ്പൊക്കെ ആയിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ അതിനകത്ത് ഞെക്കിയപ്പോൾ ഓട്ടോമാറ്റിക്കലി പെയിൻ്റ് ആ തുണിയിലേക്ക് ഒഴിച്ചു ഗൈസ്. ഓക്കെ, കളി മനസ്സിലായി ഗൈസ്. ഓക്കെ, ഇനി തോന്നുന്നു പുള്ളിക്കാരത്തി മിക്കവാറും ആ തുണിയല്ല, അതായത് പെയിൻ്റ് ആയ തുണികളെല്ലാം ഇവിടെ അലക്കാൻ കൊണ്ടുവന്ന് ഇടും ഗൈസ്. അപ്പോൾ അലക്കാൻ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഉറങ്ങാൻ വേണ്ടി ഇവിടെ ഇരിക്കുമല്ലോ. അപ്പം നമുക്ക് മിക്കവാറും ആ പെട്ടിക്കുള്ളിൽ കയറി രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണേ. മിക്കവാറും അങ്ങനെയായിരിക്കും ഗൈസ് കളി. ഓക്കെ, എന്തായാലും പുള്ളിക്കാരത്തി ആദ്യം അലക്കാൻ വെച്ച തുണികളെല്ലാം അവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അങ്ങനെ ആവാനാണ് ചാൻസ് കൂടുതലും. ഞാൻ ചുമ്മാ തുറന്നാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ ഉടുപ്പ് കണ്ടു. അത് അമ്മച്ചിയുടെ ഉടുപ്പായിരുന്നു ഗൈസ്. അപ്പോൾ അതിനധികം ഓട്ടോമാറ്റിക്കലി ഞാൻ ആ പെയിൻറ്റ് ഒഴിച്ചു. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മൾ ആ പെയിൻറ്റ് ഒഴിച്ച ഉടുപ്പാണ് ആ അമ്മച്ചി അവിടെ കൊണ്ടുവന്ന് വെക്കണത് ഗൈസ്. അങ്ങനെ തന്നെയാണ് കളി എന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ, അമ്മച്ചി ആ പെയിൻ്റ് ആയ ഉടുപ്പാണ് അവിടെ കൊണ്ടുവന്ന് വെക്കണേ. അപ്പോൾ 2 പെട്ടി കൊണ്ടുവന്ന് വെച്ചു ഗൈസ്. ഒക്കെ ഇനി ഒരു പെട്ടിയും കൂടിയാണ് വെക്കാനുള്ളൂ. ഓക്കെ ഓക്കെ ഗൈസ്, അമ്മച്ചി അവിടെ 3 പെട്ടിയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അലക്കാനിട്ടുണ്ട് ഗൈസ്. ഒക്കെ അമ്മച്ചി അവിടെ കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എണിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അമ്മച്ചി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാൻ പറ്റും. യെസ് ഗൈസ്, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാൻ പറ്റും ഗൈസ്. ഓക്കെ, ഇനി അമ്മച്ചി നമ്മളെ കാണുമെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാൻ പറ്റിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയായിരുന്നു കളി ഗൈസ്. ഓക്കെ, എനിക്ക് കളി മനസ്സിലായിട്ടുണ്ട് എന്തായാലും. നമ്മളിവിടുന്ന് എസ്കേപ്പ് ആവുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നണേ ഗൈസ്. ദേ അമ്മച്ചി എണിച്ചു എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ല അല്ലേ? ആ ദേ അമ്മച്ചി എണിച്ചു ഗൈസ്. അമ്മച്ചി എണിച്ചു. ദേ ഒന്ന് പുള്ളിക്കാരത്ത് നമ്മളെ കാണുമോ ഗൈസ്? ഗൈസ് പുള്ളിക്കാരത്ത് നമ്മൾ കണ്ടില്ല, വാതിലടച്ചു. ഓക്കെ ഗൈസ്, പുള്ളിക്കാരത്ത് വണ്ടി എടുക്കാൻ പോയിക്കാണ്. ഗൈസ് പുള്ളിക്കാരത്ത് വണ്ടി എടുത്തു ഗൈസ്. നമ്മളിവിടുന്ന് എസ്കേപ്പ് ആയെന്നാണ് എനിക്ക് തോന്നണേ. എസ്കേപ്പ് ആയോ ഗൈസ്? എസ്കേപ്പ് ആയെന്ന് എനിക്ക് തോന്നുന്നു. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളിവിടുന്ന് എസ്കേപ്പ് ആയി ഗൈസ്. ഓക്കെ, അങ്ങനെ വാൻ എസ്കേപ്പ് കംപ്ലീറ്റ് ആക്കി ഗൈസ്. ഓക്കെ, അത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. ബൈ.